നമ്മൾ പല MLA-മാരെയും വിലയിരുത്തുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുത്തെ MLA-മാർ, MP-മാർ എല്ലാം, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ എന്താണ് അവരെ നമ്മൾ വിജയിപ്പിച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിലയിരുത്തുന്ന ഒരു സമയമാണ്. അപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് MLA ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, പുതിയ നിയമസഭയിലേക്ക് ഒരുപാട് പുതിയ അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയായിരുന്നു എന്നൊക്കെ വിലയിരുത്തി തുടങ്ങേണ്ട സമയമായി. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പ്രളയം ഉണ്ടാകുന്നു. പല MLA-മാരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് കൊള്ളാം, വോട്ട് വെറുതെ ആയി പോയില്ല, അല്ലെങ്കിൽ ഇയാള് സഭയിൽ എത്തേണ്ട ആൾ തന്നെയാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അങ്ങനെ തോന്നിയ ഒരുപാട് പേരുണ്ട്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് അബിൻ വർക്കിയുടേതാണ്. കാര്യം ആറന്മുളയിലെ MLA ആണ് അബിൻ വർക്കി. മന്ത്രിയായിരുന്ന ആളെ പരാജയപ്പെടുത്തി, വീണ ജോർജിനെ പരാജയപ്പെടുത്തി MLA ആയ ആളാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ അബിൻ വർക്കി ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച ആളാണ്. ഞാൻ ഇതിനു മുൻപ് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലല്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിലെല്ലാം ഒരു റിയൽ പൊളിറ്റിക്സും ഉണ്ട്. റിയൽ പൊളിറ്റിക്സിൽ സജീവമാകാൻ കഴിയാതെ പോയ, റിയൽ പൊളിറ്റിക്സിൽ മാത്രം സജീവമായ ഇരുന്ന ഒരാളാണ് അബിൻ വർക്കി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പദവികൾ നഷ്ടപ്പെടുന്നു. പലപ്പോഴും അബിൻ വർക്കിയെ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിനൊപ്പം വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ റിയൽ പൊളിറ്റിക്സിലും ഒരേപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അബിൻ വർക്കി റീലിലേക്ക് അധികം സജീവമായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും അത്ര സോഷ്യൽ മീഡിയയിൽ അത്ര റിയലായി നിൽക്കാൻ ശ്രമിച്ചു. പഴയ ആളുകളുടെ ഒരു ശൈലി പിന്തുടർന്നു വന്ന ആളാണ് അബിൻ വർക്കി. അദ്ദേഹം ആറന്മുളയിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുന്നു, ജയിക്കുന്നു. ഇപ്പൊ അവിടെ ഒരു പ്രളയം വരുമ്പോൾ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല, ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നില്ല അബിൻ വർക്കിയെ കൊണ്ട് ഇത്രത്തോളം ചെയ്യും, ജനങ്ങൾക്കിടയിലേക്ക് ഇത്രത്തോളം ഇറങ്ങി ചെല്ലും. സാധാരണഗതിയിൽ ഇത്തരം പ്രളയങ്ങളൊക്കെ വരുമ്പോൾ MLA-മാരാണ് അത് കോർഡിനേറ്റ് ചെയ്യാറ്. അതത് നിയോജക മണ്ഡലത്തിലെ MLA-മാർ അത് കോർഡിനേറ്റ് ചെയ്യും. ആരും തന്നെ അവർക്കൊപ്പം ഇറങ്ങാനോ അവരിൽ ഒരാളായി നിൽക്കാനോ ശ്രമിക്കാറില്ല, മുതിർന്ന നേതാക്കളടക്കം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചുമ്മാ ഒരാളടുത്ത് പോയിട്ട് അല്ലെ MLA ആയി നിന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറയുന്ന രീതിയല്ല കാണിക്കുന്നത്. നേരിട്ട് ദുരിതം അനുഭവിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് പറയാണ്, അവരെ അനുനയിപ്പിച്ച്, അതായത് വീടുകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകാത്ത ആൾക്കാരുടെ പറയുകയാണ് നേരിട്ട്. കുറച്ച് നേരം, ഒരു ദിവസത്തേക്കേ ഉള്ളൂ, നമുക്ക് അങ്ങ് പോവാം, അങ്ങോട്ട് കൊണ്ടുപോവാം, ഇവിടെ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊക്കെ ഒരു ഇതാണ് പറയുന്നത്. പറയുന്നത് അവരെ അനുനയിപ്പിച്ച് അവർ പോകാൻ തയ്യാറാവുന്ന ഒരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അദ്ദേഹം എന്ന് പറയുന്നത് MLA വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. അദ്ദേഹം ഇപ്പൊ ആദ്യമായിട്ടാണ് ജനപ്രതിനിധി. MLA എന്ന് പറയുന്ന പദവി എന്ന് പറയുന്നത്, നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടാം? പകച്ചു നിന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. പല ആളുകളോട് അദ്ദേഹം തന്നെ വെള്ളത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഒറ്റയ്ക്കായി പോകും, നിങ്ങൾ ഒരു ദിവസത്തെ കാര്യമില്ല, ആദ്യം നിങ്ങൾ ഈഗോ മാറ്റി വെക്കുക, രണ്ടാമത്തെ നിലയിൽ എപ്പോ വേണമെങ്കിലും വെള്ളം കയറും, അവിടെ സുരക്ഷിതരാണെന്ന് അദ്ദേഹം തന്നെ പല മാധ്യമങ്ങൾ കൊടുത്ത ബൈറ്റിലും പറയുന്നുണ്ട്. പല ആളുകളും ഇറങ്ങി വരാൻ തയ്യാറാകുന്നില്ല, അത് തന്നെയാണ് പ്രശ്നം. അവർ ക്യാമ്പുകളിലേക്ക് വരികയാണെങ്കിൽ എല്ലാം സജ്ജമാണ്, പക്ഷെ അത് ഇറങ്ങി വരാൻ തയ്യാറാകാത്തതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മഴ ചിലപ്പോൾ 1-2 ദിവസമേ ഉണ്ടാവുള്ളൂ. ഇപ്പോ അടിഭാഗത്ത് കുറച്ച് ഭാഗത്തേ കയറിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ 1ാമത്തെ നിലയിലേക്ക് മാറി. അപ്പോ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പം ഈ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതെല്ലാം കൂടി കെട്ടിയെടുത്ത് പെറുക്കി കൊണ്ടുപോയിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്, അതൊരു ചിന്ത പലർക്കും ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. പക്ഷേ ശക്തിയായി രാത്രി പെയ്യുകയാണെങ്കിൽ ഇവരിവിടെ ഒറ്റപ്പെട്ടു പോകും. പക്ഷെ രക്ഷാപ്രവർത്തകർക്ക് പോലും ഒരു സമയത്ത് ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം, അതുകൂടി ചിന്തിക്കണം. അങ്ങനെ ഒരു അനുഭവം നമുക്ക് 2018-19 വർഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ജനങ്ങൾ പെട്ടെന്ന് മാറാൻ പറയുമ്പോൾ മാറുന്നത്. പക്ഷെ എന്നാലും ചിലർ മാറാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോ തന്നെ ഒരു വീഡിയോയിൽ കണ്ടു, ഒരാളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് 13 ആട്ടിൻകുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആടുകളുണ്ട്, അവയെ കൊണ്ടുവരാതെ ഞാൻ വരില്ല. ഒരു രീതിയിൽ നോക്കിയാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവര് ജീവൻ രക്ഷിക്കുമ്പോൾ മനുഷ്യരുടെ ജീവന് മാത്രമല്ല പ്രാധാന്യമുള്ളത്, മൃഗങ്ങളുടെ ജീവനും പ്രാധാന്യമുണ്ട്. അപ്പൊ അവയെ കൂടി രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വരണമെങ്കിൽ എന്റെ 13 ആടുകളെയും കൊണ്ടുവരണം. പക്ഷെ അതിനും തയ്യാറാവുകയാണ് MLA അടക്കമുള്ളവർ. അതിനകത്ത് അബിൻ വർക്കിയൊക്കെ ആടിനെ എടുത്ത് വള്ളത്തിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ യുവാക്കളൊന്നും ഒന്നിനും, നമ്മൾ സാധാരണ പറയല്ലോ യുവ MLA-മാരൊന്നും അത്ര ജ്വലിക്കണമെന്നില്ല എന്ന് പറയാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. അതേ അബിൻ വർക്കി MLA-ക്ക് നേരിടേണ്ട ഒരു ആരോപണം കൂടി ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അബിൻ വർക്കി MLA ഇതുവഴിയൊക്കെ അങ്ങ് പോയിട്ടുണ്ട്, ഞങ്ങൾക്കൊരു സഹായവും ചെയ്തിട്ടില്ല, പിന്നെ പോയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളമില്ലാത്ത സമയത്ത് പിന്നെ അവിടേക്ക് വരേണ്ട ആവശ്യമില്ല, വെള്ളം കയറിയ സ്ഥലങ്ങളിലേക്കാണല്ലോ സഹായത്തിന് ചെല്ലുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ്, ഇത് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാ സഹായവും വേണം. ഇപ്പൊ വെള്ളം കയറി
വന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവിധ സഹായവും വേണം. അവിടെ സഹായം എത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനുള്ളൊരു സമയം കൊടുക്കണം, എന്നിട്ട് അത് നോക്കണം. വന്നില്ലെങ്കിൽ മാത്രം പ്രതികരിക്കുന്നത് ശരിയാണ്. അല്ല, പിന്നെ എന്റെ ഒരു അഭിപ്രായമാണ്, ഈ പറയുന്ന മഴക്കെടുതിയിൽ പെട്ടുപോകുന്ന കുടുംബത്തിലുള്ളവർ ആദ്യം തന്നെ ഏറ്റവും അടുത്തുള്ള, അത് ആരെയാണ്, അവിടെ പാർട്ടിയോ രാഷ്ട്രീയം ഒന്നുമില്ല, ആരെയാണോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നത് അവരെ കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് മാറാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അവസാന നിമിഷം വരെ എന്റെ പാർട്ടിക്കാർ വന്നാലേ, അല്ലെങ്കിൽ UDF-കാരനാണെങ്കിൽ UDF-കാരൻ വന്നാലേ ഞാൻ പോകൂ, LDF-കാരൻ അവിടെ രാഷ്ട്രീയം കൊണ്ടിരുന്നാൽ വെള്ളത്തിൽ കിടക്കാനേ പറ്റൂ. കാര്യം നമുക്ക് പറയാനാകില്ല മഴ എപ്പോ ഏത് ദിശയിലേക്കായിരിക്കും, ഏത് സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയും രാഷ്ട്രീയം കലരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു ഭാഗത്ത് അബിൻ വർക്കി സഹായങ്ങൾ ചെയ്യുന്നത് കാണാതെ ഇപ്പുറത്ത് ഞങ്ങൾക്ക് വെള്ളം കയറാൻ പോകുന്നേ ഉള്ളൂ, അവിടെ സഹായം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, വെള്ളം കയറി കഴിഞ്ഞാലുള്ള കാര്യമാണ്, വെള്ളം കയറിയിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് വന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇത്ര സഹായം വേണം, അതായത് കിണർ കഴുകണം, വീട് കഴുകണം. ഇതൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് കഴിഞ്ഞ് മഴയൊന്നും ഒതുങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് ഇപ്പോഴേ MLA-ക്കെതിരെ ആരോപണമായിട്ടാണ് ഉന്നയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട് വരുന്നത്. അല്ല, രാഷ്ട്രീയമായിട്ട് ഈ വിഷയങ്ങളെ ഒരു കാരണവശാലും പറയാതിരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. ഇപ്പൊ MLA ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം ഉണ്ടെങ്കിൽ അത് പറയരുതെന്നൊരു അഭിപ്രായമൊന്നുമില്ല. ഇപ്പം ഒന്നും ചെയ്യാതിരിക്കുകയാണ് അബിൻ വർക്കി, ഒരു കാര്യവും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഇദ്ദേഹം ഒന്നും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇത് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അതാണ് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് കൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു MLA പറയുന്നത് ചാണ്ടി ഉമ്മനാണ്. പിന്നെ ചാണ്ടി ഉമ്മനെ നമുക്കറിയാം ഒരു പരിധി വരെ എന്താണ്, ചാണ്ടി എന്തും എല്ലാത്തിലും മിക്സ് ആയി പോകുന്ന ഒരാളാണ് ചാണ്ടി. ഇപ്പൊ വെള്ളത്തിൽ ചാടണോ വെള്ളത്തിൽ ചാടും, സൈക്കിൾ ചവിട്ടണോ സൈക്കിൾ ചവിട്ടും. അപ്പം ചാണ്ടി എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആളാണ്. അല്ലെങ്കിൽ ഇപ്പൊ കോട്ടയത്ത് ഒരു പ്രശ്നം വന്നാൽ, പുതുപ്പള്ളിയിൽ ഒരു പ്രശ്നം വന്നാൽ ചാണ്ടിന് ഇപ്പൊ സ്വന്തം ജീവൻ നോക്കിയില്ലെങ്കിലും പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി നിൽക്കും. അതൊരു സംശയമുള്ള കാര്യമല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്. ചാണ്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇവർക്കാർക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന യുവ നേതാക്കൾക്ക് ആർക്കും തൂക്കി നോക്കാൻ പറ്റുന്ന ഒരാളല്ല ചാണ്ടി എന്നാണ് എന്റെ ഒരു വിശ്വാസം. സത്യം പറയട്ടെ, അബിൻ വർക്കിയുടെ വീഡിയോ, സഹായിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ വന്നതാണ്, ഇത് ചാണ്ടി ഉമ്മനും ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ തൊട്ടു പിന്നാലെയാണ് അടുത്ത ചാണ്ടി ഉമ്മന്റെ രംഗപ്രവേശം. ആ വീഡിയോകൾ കാണുന്നത് വെള്ളത്തിനകത്ത് ആളുകളെ കൊണ്ടുപോകുന്നു. പക്ഷെ നമുക്കറിയാം ചാണ്ടി ഉമ്മൻ എല്ലാ സമയത്തും, അല്ലെങ്കിൽ ദുരന്തമുണ്ടാകുമ്പോൾ, പുതുപ്പള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് ചാണ്ടി ഉമ്മൻ എന്ന് കണ്ടിട്ടുള്ളതാണ് നമ്മൾ. അതേ കാര്യം തന്നെയാണ് ചാണ്ടി ഉമ്മൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ, അത് അദ്ദേഹം കാണിക്കാതിരിക്കില്ലല്ലോ. പല നേതാക്കളും, ഞാൻ പറയുന്നു പല നേതാക്കളും, അതിപ്പം CPM, ഞാൻ പാർട്ടി ഒന്നും പറയുന്നില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാകട്ടെ മാതൃകയാക്കേണ്ട കുറച്ച് നേതാക്കളുണ്ട്, യുവ നേതാക്കളുണ്ട്, സീനിയർ ആയിട്ടുള്ള ആളുകൾ പോലും മാതൃകയാക്കേണ്ട യുവ നേതാക്കളുണ്ട്. അവരെയൊക്കെ തന്നെ മാതൃകയാക്കണം. ഞാൻ പറഞ്ഞു തന്നതാണ്, നമ്മളിപ്പോ ഒരു MLA എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മളിത് കണ്ടുവരുന്നത്, ശീലിച്ചു വരുന്നത് എങ്ങനെയാണ്, MLA ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് എല്ലാം പറഞ്ഞു ഉപദേശിക്കുന്നു, അത് ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇടപെടുന്നു, അല്ലെ വരുമ്പോ തന്നെ ആ മുണ്ടൊന്നും, അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും ഷർട്ടും ചുളുങ്ങാത്ത രീതിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും എന്തിനാണെങ്കിലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായാലും പോലും വന്നിട്ട് പോകുന്ന അത്രേ ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെയല്ലല്ലോ കാണുന്നത്. ഇത് ഒരു MLA ആണോ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതെന്ന് പോലും നമുക്ക് സംശയം വരും. കാരണം എന്താ വെച്ചാൽ ആ ഒരു രൂപത്തിലാണ്, ഷർട്ട് ഉണ്ടാവില്ല, ചിലപ്പോ അവിടെ MLA എന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് എങ്ങനെയും സാധാരണക്കാരനായിട്ടാണ് മാറുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു PC വിഷ്ണുനാഥിന്റെ ഫേസ്ബുക്ക് പേജിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ കുറവാണ്, കൊല്ലം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളാണ് പത്തനംതിട്ടയ്ക്ക് വിളിച്ച സമയത്ത് തന്നെ അവർ ഓടിയെത്തി. കഴിഞ്ഞ 2018-ലും 2019-ലും നമ്മൾ കണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ അറിയോ, ഇപ്പൊ ട്രോളിംഗ് കഴിഞ്ഞിട്ട് മത്സ്യബന്ധനത്തിന് പോകാനുള്ള അനുമതി കിട്ടി. കാരണം അത്യാവശ്യം ഇപ്പോഴാണ്, ഇപ്പൊ ഇത്രയും കാലം വെറുതെയായിരുന്നു അവർക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് അവര് കടലിൽ പോവാതെ ഈ ഇതിൽ വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അവരെയൊക്കെയാണ് സത്യത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത്. രാഷ്ട്രീയം കളിക്കുന്നവർ, രാഷ്ട്രീയം സംസാരിക്കുന്നവർ, മറുവശത്ത് ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം തൊഴിലും കളഞ്ഞു വന്ന് നിൽക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമില്ല. അവരവിടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. അവിടെ സ്നേഹത്തിന്റെ പേരിൽ എന്റെ സഹോദരങ്ങളാണ് ഇവരെന്ന ഒരു ചിന്തയുടെ പേരിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവിടെ രാഷ്ട്രീയം കളിക്കാതിരിക്കുക. പിന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളയും ഇട്ട്, അല്ലെങ്കിൽ ടിപ് ടോപ്പായി വന്ന് നിന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന MLA-യേക്കാൾ വെള്ളത്തിൽ കിടക്കുന്ന MLA-യോടായിരിക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടാവുക. നമ്മൾ ചാണ്ടിയുമ്മനെ പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും ഒരു ചാണ്ടിയുമ്മനെ ഒരു സ്പെഷ്യൽ ഇമേജ് ആയിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ടൊക്കെ ചാണ്ടിയുമ്മനെ പറയുന്നതിന്റെ കാര്യം ഇതൊക്കെയാണ്. സൈക്കിളിൽ പോയി വോട്ട് ചോദിക്കുന്നു, എല്ലാ വീടുകളിലും കയറി വോട്ട് ചോദിക്കുന്നു. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വെള്ളത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നു, അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു.
പറയുന്ന കാര്യങ്ങൾ നാക്കുകൊണ്ട് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന നിലപാട് എടുക്കുന്ന MLA-മാരോടായിരിക്കും ജനങ്ങൾക്ക് താല്പര്യം, ഏത് പാർട്ടിയിലായാലും. ഇതിനിടയ്ക്കും ഈ ഇത്രയൊക്കെ ചെയ്യുന്ന MLA-മാർക്കെതിരെയും രാഷ്ട്രീയമായിട്ട് ആരോപിക്കുന്ന ഒരു സംഭവങ്ങളും ഇതിനിടയ്ക്കുണ്ട്. അപ്പൊ ഒന്നും ചെയ്യാത്ത MLA-മാരുടെ അവസ്ഥ ഒന്നാലും അതാണ്. ഇതിന് മാത്രമല്ല, ഈ രണ്ട് MLA-മാരുടെ നമ്മൾ ജസ്റ്റ് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. പല MLA-മാരും ഇപ്പൊ വയനാട്ടിലൊക്കെ ആണെങ്കിലുള്ള ശ്രീ സിദ്ദിഖ് അങ്ങനെയുള്ള മന്ത്രി കൂടെയാണ്. പലരും നന്നായി ചെയ്യുന്നുണ്ട്. പലരും എല്ലാവരുടെയും പേര് നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ല. പലരും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ചാണ്ടി ഉമ്മനും അബിൻ വർക്കി എന്ന് പറയുന്നത്. അപ്പോ റിയൽ പൊളിറ്റിക്സ് കൊണ്ടും ജീവിക്കാൻ, കാര്യം ഞാൻ അത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചാണ്ടിയുമ്മനായാലും അബിൻ വർക്കി ആയാലും അവരധികം റിയൽ പൊളിറ്റിക്സിലേക്ക് പോകില്ല, കൂടുതൽ റിയൽ പൊളിറ്റിക്സ് ആയി നിൽക്കാൻ ശ്രമിച്ചവരാണ്. അപ്പൊ പല ആളുകൾ കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ പല ആളുകളും പറഞ്ഞു. അതുപോലെ ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹവും അങ്ങനെ ഒരു കാര്യം, അദ്ദേഹം പഴയ ഐഡിയോളജിയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു റീലിലേക്ക് വരാതെ റിയൽ പൊളിറ്റിക്സുമായി പോയി. അപ്പൊ പല ആളുകളും അബിൻ വർക്കിയൊക്കെ വിമർശിച്ച് ഞാൻ പല കമന്റുകളിലും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അബിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് റിയൽ പൊളിറ്റിക്സ് കളിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, റിയൽ പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ വിലയുള്ളത് എപ്പോഴും റിയൽ പൊളിറ്റിക്സിന് തന്നെയാണ്.